പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ചത്. അത് കുറച്ച് ഞാൻ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ കാരണം നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാത്ത +1 ചാപ്റ്റേഴ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതൊരു ചാപ്റ്റർ, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇനി ഇത് സെറ്റ്സിൻ്റെ ചാപ്റ്റർ. സെറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. വാട്ട് ഈസ് എ സെറ്റ്? എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറയുന്നത്, സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് collection of objects. എന്താണത്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു കളക്ഷൻ, കുറേ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുകയാണ്, അതിനെ ഡിഫൈൻ ചെയ്യണമെന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എലിഫൻറ്റ്, ഒരു ട്രീ, ഒരു സോപ്പ്, ഒരു ഗ്ലാസ് വെള്ളം. കുറേ ഒബ്ജക്റ്റ്സ് ആണല്ലോ. അത് എന്ത് ഒബ്ജക്റ്റാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ആനയുടെ കളക്ഷനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഗ്ലാസ് വാട്ടറിൻ്റെ കളക്ഷനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ടേബിൾ, ഒരു ചെയർ, ഒരു സ്റ്റൂള്, ഇത്രയും സാധനങ്ങൾ, ഇത്രയും ഒബ്ജക്ട്സ് ഇരിക്കുകയാണ്. അതെന്തിൻ്റെ കളക്ഷനാണെന്ന് പറയാം? ഫർണിച്ചറിൻ്റെ കളക്ഷൻ അല്ലേ? ഇപ്പം മനസ്സിലായോ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ കളക്ഷനാണ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കളക്ഷനാണ്. ഫർണിച്ചറിൻ്റെ കളക്ഷനാണ്, വെജിറ്റബിൾസിൻ്റെ കളക്ഷനാണ്, ഫ്രൂട്ട്സിൻ്റെ കളക്ഷനാണ്. കണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ അതിന് എന്തെന്ന് പറയാം? സെറ്റ് എന്ന് പറയാം. അപ്പോൾ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പോൾ 1 2 3 4 5 എ കളക്ഷൻ ഓഫ് നമ്പേഴ്സാണ്. അത് സെറ്റാണ്. 1 2 3 4 5 1 2 3 4 5. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ കറക്റ്റായില്ല. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇല്ല. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ബിലോ 6. ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിലോ 6. അപ്പോൾ ബിലോ 6 നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷനാണിതെന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഇസ് എ സെറ്റ്. 4 6 8 10 12. How will you define this? ഈ നമ്പേഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഹൗ ടു ഡിഫൈൻ? 4 6 8 10 12 നാച്ചുറൽ നമ്പേഴ്സ് ആണോ? അല്ല. ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് എല്ലാം ഉണ്ടോ? ഇല്ല. ഓൾ ഈവൻ നമ്പേഴ്സ് ഇതാണോ? അല്ല. 2 ഉണ്ടോ? ഇല്ല. 14 ഉണ്ടോ? ഇല്ല. 2 ഇല്ല, 14 ഇല്ല. 2-നും 14-നും മിഡിലുള്ള ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 ആൻഡ് 14 എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദീസ് നമ്പേഴ്സ് ആർ ദി കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ്. ദേ ആർ ബിറ്റ്വീൻ 2 ആൻഡ് 14. 2-നും 14-നും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സാണ്. ഇപ്പോൾ ഡിഫൈൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. യെസ്. 1 7 5 10 101 ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് നമ്പറാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വി കനോട്ട് ഡിഫൈൻ ദീസ് നമ്പേഴ്സ്. ഇതിന് ഒരു
ഈവൻ നമ്പറിനോ ഓഡ് നമ്പറിനോ നാച്ചുറൽ നമ്പറിനോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് സെറ്റല്ല. ഇത് സെറ്റല്ലാത്തതിൻ്റെ കാരണം വാട്ട് ഈസ് ദി റീസൺ? എന്താണ് റീസൺ സെറ്റല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് വി കാൺ ഡിഫൈൻ ദീസ് നമ്പേഴ്സ്. ദിസ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ നമ്പേഴ്സ്. ദിസ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് നമ്പേഴ്സ്. ഇപ്പോൾ നമ്പേഴ്സ് ആയാലും ഒബ്ജക്ട്സ് ആയാലും അത് വെല്ലായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയണം. വെൽ ഡിഫൈൻഡ് ആണ്. ഇത് എന്ത് കളക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ, വെജിറ്റബിളിൻ്റെ കളക്ഷൻ, ഫർണിച്ചറിൻ്റെ കളക്ഷൻ, അല്ലേ, സ്വീറ്റ്സിൻ്റെ കളക്ഷൻ, അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒരു ഡോഗ്, ഒരു ക്യാറ്റ്, ഒരു സ്നേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോഗ്, ഒരു കൗ, ഒരു ഹോഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? 4 ലെഗുള്ള 4 ലെഗ്ഡ് ആനിമൽസാന്ന് പറയാം. അങ്ങനെ ഡിഫൈൻ ചെയ്യാം. കണ്ടോ? അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒബ്ജക്ട്സിനെ നമുക്ക് എന്താ പറയുക? സെറ്റ്സ് എന്ന് പറയാം. അപ്പോൾ സെറ്റ്സിന് എക്സാമ്പിൾസ് ഏതാണ്? സെറ്റ്സ് ഓഫ് ഈവൻ നമ്പേഴ്സ്, കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ്, കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. Natural numbers again. N is the collection of natural numbers. Set of integer. Integer. What are integer? Positive, negative. Positive numbers and negative numbers. Integers. Rational numbers. Collection of rational numbers. Q in a rational number. Rational number. Rational numbers. Rational and irrational. പഠിച്ചിട്ടുണ്ടല്ലോ. Real numbers. മൈനസ് പ്ലസ് ഫ്രാക്ഷണൽ ഫോമിലുള്ള പോയിൻ്റ് ഉള്ളത്, ഡെസിമൽസ് എല്ലാം റിയൽ നമ്പേഴ്സാണ്. കളക്ഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇസഡ് പോസിറ്റീവ് ഇൻറ്റജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റജേഴ്സ്. ക്യൂ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. ഇതെല്ലാം വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് നമ്പേഴ്സാണ്. സോ ദേ ആർ സെറ്റ്സ്. അതുകൊണ്ടാണ് അവയെ സെറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇനി സെറ്റ്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സെറ്റ്സിന് നെയിം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. എ ഈക്വൽസ് സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഉണ്ട്. ഇതാണ് സെറ്റിൻ്റെ ബ്രാക്കറ്റ്. 1 2 3 4. ഇത് എന്തിൻ്റെ സെറ്റാണ്? ഏത് സെറ്റാണിത്? A is the set of natural numbers or counting numbers. Natural numbers below 5. A set of natural numbers below 5. ഇതെന്ത് സെറ്റാണ്? സെറ്റ് ഓഫ് വോവൽസ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസാണ്. വോവൽസിൻ്റെ സെറ്റാണ്. അപ്പോൾ സെറ്റിലെ എ ഇ ഐ ഒ യു 1 2 3 4 ഇതിനെയെല്ലാം എലമെൻറ്റ്സ് ഓഫ് സെറ്റ്സ് എന്ന് പറയും. എലമെൻറ്റ്സ് ഓഫ് സെറ്റ്സ് എന്ന് പറയും. 1 ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ, 5 നോട്ട് ബിലോങ്സ് ടു എ ബിലോങ്സ് ടു ബി ബിലോങ്സ് ടു ബി നോട്ട് ബിലോങ്സ് ടു ബി, ഓ ബിലോങ്സ് ടു ബി. കണ്ടോ? ഇങ്ങനെ എഴുതാം. മെമ്പറാണ്, എലമെൻ്റാണ്. ഈ നമ്പേഴ്സ് ഈ സെറ്റിലെ എലമെൻ്റ് ആണെന്ന് എങ്ങനെ എഴുതാം? 1 ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ, 5 നോട്ട് ബിലോങ്സ് ടു എ. 5 ഇതിലെ എലമെൻ്റ് അല്ല. സെറ്റിലെ മെമ്പേഴ്സിനെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് എന്ന് പറയും. സെറ്റ് നമ്പേഴ്സിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയും. സെറ്റിന് ഇങ്ങനെയുള്ള ബ്രാക്കറ്റ്, സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഇട്ട് എലമെൻറ്റ്സിൻ്റെ കോമയിട്ട് എഴുതും. സെറ്റിന് നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണ്? നെയിം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ നെയിമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് സെറ്റ്. ഇങ്ങനെ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇത് റോസ്റ്റർ ഫോം എന്ന് പറയും. ഇതാണ് റോസ്റ്റർ ഫോം.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കുക. അപ്പോൾ പുതിയ ഒരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത പുതിയൊരു ടോപ്പിക്കാണിത്. എങ്ങനെയുണ്ട്? ഇനി ഇതിൻ്റെ കുറച്ച് കൂടി പഠിപ്പിക്കാം, മറ്റേ ചാപ്റ്ററും കുറച്ച് പഠിപ്പിക്കാം. ഇതൊക്കെ കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, എന്താണ് വേണ്ടത് നിങ്ങൾക്ക്. എന്നിട്ട് ഫില്ലപ്പ് ചെയ്തത് കൊടുക്കൂ. ഗ്രൂപ്പ് എടുത്തിട്ട് മാറണമെങ്കിൽ മാറാനൊക്കെ കഴിയും, അതോർത്ത് പേടിക്കൊന്നും വേണ്ട. ഗ്രൂപ്പ് എടുത്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ചേഞ്ചൊക്കെ ചെയ്ത് തരുമോ അവർ. പ്രൈവറ്റ് സ്കൂളല്ലേ, കുഴപ്പമുണ്ടാവില്ല. ഏത് സ്കൂളും ചേഞ്ച് ചെയ്യും. ഓക്കെ.